അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. K4 അറബിക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരളത്തിലെ എല്ലാ സബ് ജില്ലകളിലും നടന്ന അലിഫ് ടാലൻറ്റ് ടെസ്റ്റിൻ്റെ ഹൈസ്കൂൾ തലം പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, മൻ വാലിദു APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമിൻ്റെ പിതാവാരായിരുന്നു? ഓപ്ഷൻ എ സൈനുദ്ദീൻ മഖ്ദൂം അസ്സഗീർ, ഓപ്ഷൻ ബി സൈനുദ്ദീൻ, ഓപ്ഷൻ സി സൈനുൽ ആബിദീൻ, ഓപ്ഷൻ ഡി സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സൈനുൽ ആബിദീൻ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. മൻ ഹുവ അഷ്ഹറു ഷുഅറാഇൽ മെഹിജർ എന്നാണ്. അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ മെഹിജർ കാലഘട്ടത്തിൽ പ്രശസ്തനായിട്ടുള്ള കവി ആരാണ് എന്നാണ് ചോദ്യം. അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് നോക്കാം. അഹ്മദ് ഷൗക്കി, ഓപ്ഷൻ ബി ഉംറുൽ ഖൈസ്, ഓപ്ഷൻ സി ഖലീൽ ജിബ്രാൻ, ഓപ്ഷൻ ഡി സ്വാലിഹ് മഹ്മൂദ് ഹവാരി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഖലീൽ ജിബ്രാൻ. മൂന്നാമത്തെ ചോദ്യം, ഇഖ്തർ അഷാദ കൂട്ടത്തിൽപ്പെടാത്തത് തിരഞ്ഞെടുക്കുവാനാണ്. അവിടെ കുറച്ച് സിറ്റുവേഷൻസും ആ സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്ന കുറച്ച് പദങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ എ ഹഫ്ലത്തുൻ നിസാ, സ്ത്രീകളുടെ ഒരു സമ്മേളനം, ഒരു പ്രോഗ്രാമാണ്. അവിടെ അഭിസംബോധന ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുന്നതായി പറഞ്ഞിട്ടുള്ളത് അയ്യത്തുൽ അസീസാത്ത് എന്നാണ്, അല്ലയോ പ്രിയപ്പെട്ടവരെ. ജമീഉൽ ഹഫ്ല്, അതുപോലെ എല്ലാ പ്രോഗ്രാമിനും ഉപയോഗിക്കുന്നതായിട്ട് അയ്യുൽ ഹഫ്ലുൽ കരീം എന്ന് പറയാം. ഓപ്ഷൻ സി അൽ ഹഫ്ലത്തു സിയാസിയ, ഒരു രാഷ്ട്രീയ പ്രോഗ്രാമിലെ അയ്യുൽ മുഅ്മിനൂൻ, അല്ലയോ സത്യവിശ്വാസികളെ എന്നാണ് ഓപ്ഷൻ സി കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ഡി ഹഫ്ലത്തുൻ ഫിൽ മദ്രസ, സ്കൂളിലുള്ളതായ ഒരു പ്രോഗ്രാമിലെ അയ്യുത്തുല്ലാബുൽ ഐസ, അല്ലയോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എന്ന് പറയുമെന്നാണ് അവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. ഒരു രാഷ്ട്രീയ പ്രോഗ്രാമിൽ ഒരിക്കലും അയ്യുൽ മുഅ്മിനൂൻ, അല്ലെങ്കിൽ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രോഗ്രാമിൽ അഭിസംബോധന ചെയ്യുകയില്ലല്ലോ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നാലാമത്തെ ചോദ്യം, മൻ മുഅല്ലിഫു അൽ ഒനിയു വൽ ഫഖീർ. അൽ ഒനിയു വൽ ഫഖീർ എന്ന് പറയുന്ന കൃതിയുടെ രചയിതാവ്, അതിൻ്റെ രചയിതാവ് ആരാണ് എന്നാണ്. ഓപ്ഷൻ എ മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തി, ഓപ്ഷൻ ബി അഹ്മദ് ദർവീഷ്, ഓപ്ഷൻ സി ഖലീൽ ജിബ്രാൻ, ഓപ്ഷൻ ഡി ജലീൽ സദഖി എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തിയുടേതാണ് അൽ ഒനിയു വൽ ഫഖീർ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ചോദ്യം, ഇഖ്തർ അൽ കലിമ ലി ബോർഡിംഗ് പാസ്. ബോർഡിംഗ് പാസിന് ഉപയോഗിക്കുന്ന പദം തിരഞ്ഞെടുക്കുവാനാണ്. ഓപ്ഷൻ എ ബിതാഖത്തുൽ ഹുവിയ, ഓപ്ഷൻ ബി ബിതാഖത്തുൽ സുഊദ്, ഓപ്ഷൻ സി ബിതാഖത്തുൽ വത്തനിയ, ഓപ്ഷൻ ഡി ബിതാഖത്തുൽ ഫിസ. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ബിതാഖത്തുൽ സുഊദ്. ആറാമത്തെ ചോദ്യം നോക്കാം. സഖീം എന്നതിൻ്റെ മുത്തറാദിഫാണ് മരീൻ എന്ന് പറയുന്നത്, രോഗി എന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ വസീം എന്നതിൻ്റെ മുത്തറാദിഫ് എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ജമീലുൻ, ഭംഗിയുള്ളത്, ഓപ്ഷൻ ബി സെമീനുൻ, തടിച്ചത്, ഓപ്ഷൻ സി നഹീഫുൻ, മെലിഞ്ഞത്, ഓപ്ഷൻ ഡി കബീഹുൻ, മോശമായത് എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ജമീലുൻ. അടുത്ത ചോദ്യം, ലഹ്മി മിനദ് ദാഖിൽ വ അദ്മി ഫിൽ ഖാരിജ് എന്നാണ്. എൻ്റെ അകത്ത് ഇറച്ചിയും പുറത്ത് എല്ലുമാണ് ഉള്ളത് എന്നാണ്. അങ്ങനെയെങ്കിൽ മൻ അന, ഞാൻ ആരാണ് എന്നാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫീലുൻ, ആന, ഓപ്ഷൻ ബി അർണബുൻ, മുയൽ, ഓപ്ഷൻ സി സുലഹഫാത്തുൻ, ആമ, ഓപ്ഷൻ ഡി ഖിറദുൻ, കുരങ്ങൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സുലഹഫാത്തുൻ, ആമ. എട്ടാമത്തെ ചോദ്യം, മുദരിസത്തുൻ ജംഉഹു മുദരിസാത്തുൻ. മുദരിസത്തുൻ അധ്യാപിക എന്നാണ് അർത്ഥം, അതിൻ്റെ ജം ആണ് മുദരിസാത്ത് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഏത് പദത്തിൻ്റെ ജം ആണ് ഷഖ്സിയാത്ത് എന്ന് പറയുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഷഖ്സിയുൻ, ഓപ്ഷൻ ബി ഷഖ്സുൻ, ഓപ്ഷൻ സി ഷഖ്സിയത്തുൻ, ഓപ്ഷൻ ഡി അഷ്ഖാസുൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഷഖ്സിയത്തിൻ്റെ ജം ആണ് ഷഖ്സിയാത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, മൻ നാല 2020 കാസുൽ ആലം ലി ക്രിക്കറ്റ് 2024 മീലാദിയ. 2024 2020 ലോകകപ്പ് നേടിയ ടീം ഏതാണ് എന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയാണ് നേടിയിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. പത്താമത്തെ ചോദ്യം, ജാഹിലുൻ നിദ്ദുഹു ആഖിലുൻ, ദാമിസുൻ നിദ്ദുഹു ഡാഷ് എന്നാണ്. ജാഹിലുൻ വിഡ്ഢി എന്നതിൻ്റെ ലിദ്ദാണ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് ബുദ്ധിമാൻ, ആഖിൽ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ദാമിസ് ഇരുട്ട് എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നൂറുൻ, പ്രകാശം, ഓപ്ഷൻ ബി സൂക്കുൻ, ഓപ്ഷൻ സി ജൂദുൻ, ഓപ്ഷൻ ഡി ബൂക്കുൻ എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, നൂറുൻ, പ്രകാശം.
11-ാമത്തെ ചോദ്യം നോക്കാം. ഫി ഐ സൂറത്തിൻ വസഫ ഹാദിസത്ത് അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം. അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂമിൻ്റെ സംഭവം വിവരിക്കുന്ന സൂറത്ത് ഏതാണ് എന്നാണ്. ഓപ്ഷൻ എ സൂറത്തുൻ നാസ്, ഓപ്ഷൻ ബി സൂറത്തുൽ അഅല, ഓപ്ഷൻ സി സൂറത്ത് അബസ, ഓപ്ഷൻ ഡി സൂറത്ത് തോഹ. നമുക്കറിയാം അന്ധനായ സഹാബിയായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്, സൂറത്തു അബസ. 12-ാമത്തെ ചോദ്യം മൻ മുക്തഷിഫു ഓസ്ട്രേലിയ എന്നാണ്. ഓസ്ട്രേലിയ കണ്ടെത്തിയത് ആരാണ് എന്നാണ്. ഓപ്ഷൻ എ ജെയിംസ് പോണ്ട്, ഓപ്ഷൻ ബി ജെയിംസ് മാർട്ടിൻ, ഓപ്ഷൻ സി ജെയിംസ് കുക്ക്, ഓപ്ഷൻ ഡി ജെയിംസ് ചാൾസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ജെയിംസ് കുക്ക്. 13-ാമത്തെ ചോദ്യം ഐന ജറ അൽ മുഅ്തമർ സാദിസ് വസിത്തൂന ലിത്തിഹാദി മുഅല്ലിമി അൽ അറബിയ കേരള വിലായത്ത് കേരള. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ്റെ 66-ാമത്തെ സമ്മേളനം കോൺഫറൻസ് നടന്നത് എവിടെയാണ് എന്നാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി തിരൂർ, ഓപ്ഷൻ സി തൃശ്ശൂർ, ഓപ്ഷൻ ഡി പാലക്കാട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, തിരുവനന്തപുരം. 4-ാമത്തെ ചോദ്യം നോക്കാം. സിനിമ മലയാളമേ തമ്മ ഇഖ്തിബാറു ലി ജായിസത്തി ഓസ്കാർ ഫി ആം 2023 മീലാദിയ. 2023 ഓസ്കാർ അവാർഡിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമ ഏതാണ് എന്നാണ്. ഓപ്ഷൻ എ ആവേശം, ഓപ്ഷൻ ബി ആടുജീവിതം, ഓപ്ഷൻ സി മഞ്ഞുമൽ ബോയ്സ്, ഓപ്ഷൻ ഡി 2018. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2018. 15-ാമത്തെ ചോദ്യം മൻ തറജമ യാ അല്ലാ ഇലാ ലുഅത്തിൽ അറബിയ. യാ അല്ലാ എന്ന കവിത അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ് എന്നാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മൊഹീദ്ദീൻ ഇബ്നു അലി, ഓപ്ഷൻ ബി മൊഹീദ്ദീൻ ആലുവായി, ഓപ്ഷൻ സി ഖാലി മുഹമ്മദ്, ഓപ്ഷൻ ഡി ഗോവിന്ദൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, മൊഹീദ്ദീൻ ഇബ്നു അലി. 16-ാമത്തെ ചോദ്യം മാഹിയൽ മദീന അല്ലത്തി ഇഖ്തറത്തിൽ യുനെസ്കോ കഅവ്വലി മദീനത്തിൽ ലിൽ അദ്ബ് ഫിൽ ഹിന്ദ്. യുനെസ്കോ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം ഏതാണ് എന്നാണ്. ഓപ്ഷൻ എ മലപ്പുറം, ഓപ്ഷൻ ബി കാലിക്കൂട്ട്, ഓപ്ഷൻ സി കണ്ണൂർ, ഓപ്ഷൻ ഡി കോട്ടയം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കാലിക്കൂട്ട്, കോഴിക്കോട്. 17-ാമത്തെ ചോദ്യം നോക്കാം. ബന ഷാജഹാൻ താജ്മഹൽ ലിത്തിലിക്കാരി സൗജത്തിഹി ഡേഷ് എന്നാണ്. ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചത് തൻ്റെ ഏതു ഭാര്യയുടെ സ്മരണാർത്ഥമാണ് എന്നാണ്. ഓപ്ഷൻ എ റസിയ സുൽത്താന, ഓപ്ഷൻ ബി ഇസുൻ നിസാ, ഓപ്ഷൻ സി ലൈല ബീവി, ഓപ്ഷൻ ഡി മുംതാസ് മഹൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുംതാസ് മഹൽ. 8-ാമത്തെ ചോദ്യം ഫി ഐ ദുഫ്അത്തിൻ ഹസ്സല ഇറാ സിംഗാൾ അലാ മർത്തബത്തിൽ ഊല ഫി ഇംതിഹാൻ ഖിദ്മാത്തിൽ ഇദാരിയ അൽ ഹിന്ദിയ. IAS പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് ലഭിച്ച ഇറാ സിംഗാൾ ഏത് ബാച്ചായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 2017, ഓപ്ഷൻ ബി 2015, ഓപ്ഷൻ സി 2014, ഓപ്ഷൻ ഡി 2016. ആൻസർ ഓപ്ഷൻ സി ആണ്, 2014. 19-ാമത്തെ ചോദ്യം നോക്കാം. ഡാഷ് ഇസ്മുൻ മൻസൂബുൻ വഖ അലൈഹി ഫിഉലുൽ ഫാഇലി എന്നാണ്. ഒരു സെന്റൻസിലെ ഫാഇൽ ചെയ്ത് പ്രവർത്തിച്ചെന്ന് പതിക്കുന്ന നസ്ബ് ചെയ്യപ്പെട്ട ഇസ്മിന് പറയുന്ന പേരെന്താണ് എന്നാണ്. ഓപ്ഷൻ എ ഫാഇലുൻ, ഓപ്ഷൻ ബി മഫ്ഊലുൻ ബിഹി, ഓപ്ഷൻ സി മാദി, ഓപ്ഷൻ ഡി മുളാരി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മഫ്ഊലുൻ ബിഹി. 20-ാമത്തെ ചോദ്യം നോക്കാം. ട്രയാങ്കിളിന് അഥവാ ത്രികോണത്തിന് മുസല്ലസ് എന്നാണ് അറബിയിൽ പറയുക. അതുപോലെ തന്നെ സർക്കിളിന് ദാഇറത്തുൻ, വൃത്തത്തിന് ദാഇറത്തുൻ എന്നാണ് പറയുക. അങ്ങനെയാണ് എങ്കിൽ റെക്റ്റാങ്കിളിന് അഥവാ ചതുരത്തിന് എന്താണ് പറയുക എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മുറബ്ബഉൻ, ഓപ്ഷൻ ബി മുസ്തതീലുൻ, ഓപ്ഷൻ സി മഅകൂഫുൻ, ഓപ്ഷൻ ഡി മുസന്ന. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, മുറബ്ബഉൻ. ഇതോടുകൂടി വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ.